ശ്രീമതി OS അംബിക 6 മിനിറ്റ്. സാർ, കേരള നിയമസഭയിൽ ആറ്റിങ്ങലിൻ്റെ ജനപ്രതിനിധിയായി എന്നെ വീണ്ടും തിരഞ്ഞെടുത്ത വോട്ടർമാരോട് ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തട്ടെ. ഇവിടെ അവതരിക്കപ്പെട്ട ധവളപത്രവും ബഡ്ജറ്റിൻ്റെ ഉപധനാഭ്യർത്ഥനയും ഏറെ ആശങ്കകൾ സൃഷ്ടിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സാർ, പൊതുചെലവ് റവന്യൂ വരുമാനത്തിൻ്റെ മുഖ്യ പങ്ക് കവരുക എന്ന വാദമാണ് നിർഭാഗ്യവശാൽ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. ബഡ്ജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടും ദൗർഭാഗ്യകരമാണ്. താങ്കളുടെ ബഡ്ജറ്റിൽ വയോജനക്ഷേമത്തിനായി ഒരു വകുപ്പ് രൂപീകരിക്കുമെന്ന് പറയുന്നു. 2031 60 വയസ്സിന് മുകളിലുള്ള സംസ്ഥാന ജനസംഖ്യയുടെ 21% വരുമെന്ന് കണക്കുകൾ പറയുന്നുണ്ട്. സർ, അതുകൊണ്ട് തന്നെ വയോജനക്ഷേമത്തിന് ഊന്നൽ കൊടുക്കണം നാം പദ്ധതികൾ ആവിഷ്കരിക്കണം. പക്ഷേ വർദ്ധിച്ച പൊതു ചിലവുകളെപ്പറ്റി സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന താങ്കൾക്ക് എങ്ങനെയാണ് വയോജനക്ഷേമത്തിന് പണം ചെലവഴിക്കാനാവുക? പൊതുചിലവിൽ കുറയ്ക്കണമെന്നാണല്ലോ ധവളപത്രത്തിൽ താങ്കൾ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയോജനക്ഷേമത്തിൽ താങ്കളുടെ ആത്മാർത്ഥത സംശയകരമാണ്. സാർ, സംസ്ഥാനത്തിൻ്റെ കടബാധ്യതയെ സംബന്ധിച്ചും ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ തുടങ്ങിയ ബാധ്യത സംബന്ധിച്ചും പേടിപ്പെടുത്തും വിധമുള്ള ആഖ്യാനങ്ങളുടെ യാഥാർത്ഥ്യ ലക്ഷ്യം ജനങ്ങൾക്കറിയാം. സാർ, നിങ്ങൾ പൊതുമേഖലയെ തകർക്കാൻ ഡീൽ ഉറപ്പിച്ച് സ്വകാര്യവൽക്കരണത്തിന് പരവതാനി വിരിക്കുകയാണ്. സാർ, 90കളുടെ തുടക്കത്തിൽ ഇത്തരം ആഖ്യാനങ്ങളുടെ പിൻബലത്തിലാണ് കോൺഗ്രസ് സ്വകാര്യവൽക്കരണം ആരംഭിച്ചത്, പൊതുമേഖലയെ തകർത്തത്. റവന്യൂ വരുമാനത്തിൻ്റെ 77% ശമ്പളമായും പെൻഷനായും പലിശയായും നൽകേണ്ടി വരുന്നു എന്ന് വിലപിക്കുന്ന നിങ്ങൾ നമ്മുടെ സേവന മേഖലകൾ ഉത്പാദിപ്പിക്കുന്ന മൂല്യത്തെക്കുറിച്ച്, അതിൻ്റെ ഗുണമേന്മയെക്കുറിച്ചും പറയാത്തത് എന്താണ്? സാർ, നമ്മുടെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ ആരോഗ്യ മേഖല, നമ്മുടെ ആഭ്യന്തരം, സാമൂഹ്യ സുരക്ഷ എല്ലാം രാജ്യത്തെ നമ്പർ 1 സാർ. ആ മേഖലകളിൽ ബജറ്റുകൾക്ക് ആവശ്യമായ പണം നീക്കിവെച്ചതുകൊണ്ടാണ് ഇതൊക്കെ സാർ സാധ്യമായത്. കേവലം കച്ചവക്കണ്ണിലൂടെ ലാഭമാണോ നഷ്ടമാണോ എന്ന നിലയിലല്ല ഇത്തരം സേവനങ്ങളെ സമീപിക്കേണ്ടത്. മനുഷ്യ വിഭവങ്ങളിൽ മേലുള്ള ദീർഘകാല നിക്ഷേപങ്ങളായി വേണം ഇവയെ പരിഗണിക്കാൻ. പൊതുചിലവ് കുറച്ച് സ്കൂളുകളും ആശുപത്രികളും അടച്ചുപൂട്ടാനും ഇല്ലാതാക്കാനും എളുപ്പമാണ്. സാർ, എന്നാൽ അവയെ ഉയർന്ന ഗുണനിലവാരത്തോട് മുന്നോട്ട് നയിക്കുക എന്ന വെല്ലുവിളിയാണ് നാം ഒരു ജനപക്ഷ സർക്കാർ ഏറ്റെടുക്കേണ്ടത്. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ സേവന മേഖലകളുടെ മികവ് പോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും കുതിപ്പിൻ്റെ കഥയാണ് നമ്മുടെ സംസ്ഥാനത്തിന് പറയുവാനുള്ളത്. ഫെഡറലിസത്തെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ള യൂണിയൻ സർക്കാരിൻ്റെ ശത്രുതാപരമായ സമീപനത്തിൻ്റെ ഫലമായി നമുക്ക് അർഹതപ്പെട്ട വിഹിതങ്ങൾ നൽകിയില്ല. തനത് വരുമാനത്തിലെ വർധനവിലൂടെയാണ് നാം അതിനെ മറികടക്കുന്നത്. 2003 FRBM ആക്ട് പ്രകാരം 3% പരിമിതപ്പെടുത്തണമെന്ന് നിബന്ധനയുടെ പശ്ചാത്തലത്തിലാണ് ബജറ്റിന് പുറമേയുള്ള വരുമാന സ്രോതസ് എന്ന നിലയിൽ കിഫ്ബിയെ ഉപയോഗപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാരും ഇത്തരത്തിൽ ബജറ്റിന് പുറമേയുള്ള വരുമാന സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നുവെന്ന് നമുക്കറിയാം. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കുതിച്ചുചാട്ടത്തിന് കേരളം സാക്ഷ്യം വഹിച്ച കിഫ്ബിയെ ഫലപ്രദമായി ഉപയോഗിച്ചതുകൊണ്ടാണ്. സാർ, കേരളത്തിൻ്റെ വികസനത്തിൽ അത്ഭുതകരമായ മാറ്റം സൃഷ്ടിച്ച പദ്ധതിയാണ് കിഫ്ബി. റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികളും സ്കൂളുകളുടെ വികസനം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം സാധ്യമാക്കിയ പദ്ധതിയാണ്. സാർ, കിഫ്ബി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 99,744.27 കോടിയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. 76,584.53 കോടിയുടെ പശ്ചാത്തല വികസനം ഈ നാട്ടിൽ നടപ്പിലാക്കി. സാർ, 23,189.74 കോടിയുടെ ഭൂമി ഏറ്റെടുക്കൽ പദ്ധതികൾ നടപ്പിലാക്കി. സാർ, ഇതിൽ 38,627 കോടി ഇതിനകം ചിലവഴിച്ചു. സാർ, കേരളത്തിൻ്റെ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിയത് കിഫ്ബി എന്ന മഹത്തായ ആശയത്തോടും സഹായത്തോടും കൂടിയാണ്. സാർ, സ്ഥലം ഏറ്റെടുത്ത തുകയുടെ 25% സാർ കേരളം ചിലവഴിച്ചത്. 5,581 കോടിയുടെ ദേശീയ പാത സ്ഥല ഏറ്റെടുപ്പിനായി ചിലവഴിച്ചത്. 3 വ്യവസായ പാർക്കുകൾക്ക് 10,000 കോടി കൊടുത്തു. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിക്ക് 2,214 കോടി അനുവദിച്ചു. സാർ, MC റോഡ്
വികസനത്തിന് 1900 കോടി അനുവദിച്ചു സാർ. ഗ്രാൻഡ് ഗ്രിഡ് പദ്ധതി പ്രകാരം 1709 കോടി രൂപ അനുവദിച്ചു സാർ. അരനൂറ്റാണ്ടിന്റെ വികസനമാണ് സാർ 10 വർഷം കൊണ്ട് ഈ നാട്ടിൽ കേരളത്തിൽ 10 വർഷം കൊണ്ട് നടപ്പിലാക്കിയ സാർ. ബഡ്ജറ്റിനകത്ത് നിന്ന് നിർത്തി വിഭവ സമാഹരണം കണ്ടെത്തുന്ന നയം സ്വീകരിച്ചാൽ കിഫ്ബിയുടെ സാധ്യമായ വികസനം സംസ്ഥാനം നടപ്പിലാക്കണമെങ്കിൽ എത്ര വർഷം വേണ്ടി വരുമെന്ന് കേരളം ചിന്തിക്കണം സാർ. മറ്റൊരാശങ്ക പൊതുമേഖലാ വ്യവസായങ്ങളെ സംബന്ധിച്ചാണ് സാർ. നിർഭാഗ്യവശാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ബാലൻസ് ഷീറ്റിലെ ലാഭവും നഷ്ടവും മാത്രം നോക്കി വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനപ്പുറം വിശാലമായ അർത്ഥമാണ് പൊതുമേഖല നമുക്ക് മുന്നിൽ വെക്കുന്നത്. ചൂഷണങ്ങളിൽ നിന്നും അഭിമിതമായ കമ്പോള താല്പര്യത്തിൽ നിന്നും പൊതുസമൂഹത്തെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങൾ കൂടിയാണ് ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് സാർ. സാമൂഹ്യമായും സാമ്പത്തികമായും പാർശ്വവൽക്കരിക്കപ്പെട്ട വലിയ ജനവിഭാഗം, ആദിവാസികൾ, പട്ടികജാതി പട്ടികവർഗക്കാർ, ഭിന്നശേഷിക്കാർ, സാമൂഹികമായി ഉയർന്ന നിലയിലെത്തിയ സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള ഇവരെയൊക്കെ സ്വകാര്യ മേഖലയിലെ മത്സരാധിഷ്ഠിതമായ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സാർ തുല്യ അവസരങ്ങൾ ലഭിക്കുക? ഇത്തരക്കാരെ കൂടി കൈപിടിച്ചുയർത്തി സമൂഹത്തിനോടൊപ്പം നിൽക്കാൻ നിങ്ങൾ പ്രാപ്തരാക്കുക. അവരുടെ സാമൂഹികമായ പിന്നോക്കാവസ്ഥയെ മറികടക്കാൻ കരുത്തും ധീരവുമായി നൽകുന്ന മഹത്തായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന സ്ഥാപനങ്ങൾ കൂടിയാണ് സാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ യൂസ് ആൻഡ് ത്രോ നയത്തിന്റെ ഭാഗമായി തൊഴിലാളികളെയും ജീവനക്കാരെയും അവരുടെ മികച്ച സമയത്ത് സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അത് കഴിയുമ്പോൾ പിരിച്ചുവിടുകയും ചെയ്യുന്ന സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് സാർ സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ സാധിക്കുക? അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാവിയിലാണ് മറ്റൊരു ആശങ്ക കാണുന്നത് സാർ. എനിക്ക് മുന്നേ സംസാരിച്ച സാർ സമയം കൂടുതൽ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. കാരണം അപ്പുറത്ത് കൂടുതലും ഇവിടെ കുറവൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പാതയോരങ്ങളിലും തോട്ടുവരമ്പുകളിലും ഓലയും പറമ്പും മറച്ച് അദയനീയമായ സാഹചര്യത്തിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഒരു ജനതയുണ്ടായിരുന്നു സാർ നമ്മുടെ നാട്ടിൽ. ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ആ ജനതയ്ക്ക് ആശ്വാസം നൽകുകയും പകരുകയും ആരും ഇറക്കി വിടാത്ത സ്വന്തമായ ഭൂമിയുടെ ഉടമകളായി അവരെ മാറ്റിയ പ്രസ്ഥാനം. തണൽ ഭവന പദ്ധതിയിലൂടെ, EMS ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ, ലൈഫ് പദ്ധതിയിലൂടെ അടച്ചുറപ്പുള്ള വീടും ആത്മാഭിമാനം പകർന്നു നൽകി സാർ അവർക്ക്. ഭവനരഹിതർ ഇല്ലാത്ത സംസ്ഥാനം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം കൈപിടിച്ചു കൊണ്ടുപോയ ആത്മാർത്ഥമായ പരിശ്രമമാണ് കഴിഞ്ഞ LDFന്റെ കാലത്ത് നടപ്പിലാക്കിയ സാർ. ലൈഫ് ഭവന പദ്ധതി സംസ്ഥാനത്ത് 6,09,500 കുടുംബങ്ങൾക്ക് 514 കുടുംബങ്ങൾക്ക് ധനസഹായം അനുവദിച്ചു സാർ. ഇവിടെ 1,07,113 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലായി നടക്കുകയാണ് സാർ. ത്രിതല പഞ്ചായത്ത് ജനപ്രതിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ ഇതിന്റെ ഗുണഫലങ്ങൾ എനിക്ക് നേരിട്ട് സാർ. ഈ പദ്ധതിയിൽ അർഹത നേടുമ്പോൾ സ്വന്തമായി വീട് യാഥാർത്ഥ്യമാകുമ്പോൾ അവർ അനുഭവിക്കുന്ന സന്തോഷവും അവർക്ക് ലഭിക്കുന്ന ആശങ്കയും നമുക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും സാർ. അതുകൊണ്ടാണ് പറയുന്നത് സാർ, ഈ ബജറ്റിനെ ശക്തിയായി എതിർക്കുന്നു എന്ന് പറയാം.